Actually, എനിക്ക് കാലിക്കറ്റിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. So I thought I'll just meet new people and just see how it goes. അതുകൊണ്ട് I just send text, okay, not like nothing else, okay, like don't വേറെ ഒന്നും ചിന്തിക്കരുത്. I just want to meet new people and chill around with in the town. So if you're free some. Hi guys, welcome to my new video. So ആദ്യം തന്നെ ഇഗ്നോർ മൈ ടയേർഡ് ഫേസ്. കാരണം ഒന്ന് രാത്രിയാണ്, രണ്ടാമത്തത് ഫിസിക്കലി കുറച്ച് വേദനകൾ, മെന്റലി എന്റെ ഏട്ടൻ അമ്മ എല്ലാവരും പോയതിന്റെ ഒരു സങ്കടം. അപ്പൊ അതൊക്കെയാണ്, എക്സ്ക്യൂസ് ദാറ്റ്. അതിന് മുമ്പ് തൊട്ട് മുമ്പ് കേട്ട വോയിസ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? പരിചയമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മളുടെ ബിഗ് ബോസിലെ ദ ചോക്ലേറ്റ് ബോയ് ആര്യന്റെ വോയിസ് ആണ്, അല്ലെങ്കിൽ ആര്യന്റെ ചാറ്റാണ്. അപ്പം ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കുറെ നായകന്മാരുടെ ചാറ്റുകളും ലീലാവിലാസങ്ങളും ഇങ്ങനെ ലീക്കാവുക. ഒരു നായകന്റെ ഞാൻ റിയാക്ട് ചെയ്യാണ്ട് ഇങ്ങനെ വിട്ടതാണ്. അപ്പോഴാണ് അടുത്ത നായകന്റെ വന്നത്. അത് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയ ആര്യനാവുമ്പോ ഡെഫിനറ്റ്ലി പറയാണ്. അനുമോള് പറഞ്ഞ ചില കാര്യങ്ങളിൽ സത്യമില്ലേ എന്നൊക്കെ ഈ പർട്ടിക്കുലർ ചാറ്റ് കണ്ടപ്പോ തോന്നിപ്പോവുകയാണ് കേട്ടോ. ഇനി തോന്നിയത് എന്റെ തെറ്റാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ ആദ്യം തന്നെ എന്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഒരു കമന്റ് ഇതിൽ രേഖപ്പെടുത്തണം. ഓക്കെ, വൈ കമന്റ് രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ, ചിലപ്പം ഞാൻ ഈ പറയുന്ന ആശയവുമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. കാരണം ആദ്യം ഞാൻ അതൊക്കെ എന്തുകൊണ്ടാണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ചാറ്റ് സൈഡിൽ കൂടെ കൊടുക്കാം. എത്ര നിങ്ങൾക്ക് ഇതിന്റെ കോൺവെർസേഷൻ മനസ്സിലാവും എന്നൊന്നും എനിക്കറിയില്ല. ഇത് ആര്യന്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് വന്ന ചാറ്റാണ് കേട്ടോ. ആര്യൻ കത്തൂരിയ, ഐ തിങ്ക് ആര്യൻ കത്തൂരിയ എന്നാണ് ചാറ്റിന്റെ പേര്. ഹേ വാട്സ്ആപ്പ്. അപ്പൊ തിരിച്ചു പെൺകുട്ടി ഹേ എന്ന് പറയുന്നുണ്ട്. ഹൗ ആർ യു? ഐ എം ഗുഡ്, വാട്ട് അബൌട്ട് യു എന്ന് പറഞ്ഞു. ഇത് 2024 ചാറ്റാണ് കേട്ടോ. 2024 25 സെപ്റ്റംബറിൽ ആര്യൻ അയച്ച ചാറ്റാണ്. റിപ്ലൈയും ആ ദിവസം തന്നെ, കുറച്ച് ടൈം വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. യാ, പെൺകുട്ടി ഐ എം ഗുഡ്, വാട്ട് അബൌട്ട് യു എന്ന് ചോദിക്കുന്നു. ഐ എം ഡൂയിങ് ഗുഡ്, ഐ വാസ് ഇൻ കാലിക്കറ്റ്. അപ്പൊ ആര്യൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ കാലിക്കറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ഇയാളുടെ പ്രൊഫൈല് കണ്ടു, ഇയാൾ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അപ്പം കോഴിക്കോട് എവിടെയാന്ന് പെൺകുട്ടി ചോദിക്കുന്നു. അപ്പൊ അവൻ പറഞ്ഞു കോഴിക്കോട് ഒരു ഹോട്ടലിലാണുള്ളത്, ഹോട്ടലിന്റെ പേര് മെഡോറ എന്ന് പറയുന്നു. പെൺകുട്ടിയോട് വീട് എവിടെയാന്ന് ചോദിക്കുന്നു, കാലിക്കറ്റ് എവിടെയാണുള്ളത്. അങ്ങനെ ഈ കോൺവെർസേഷൻ ഇങ്ങനെ ഫ്രണ്ടോട്ട് പോവാണ്. പക്ഷെ ഇതിൽ കണ്ട ഒരു കോമഡി എന്താന്ന് വെച്ചാൽ, ആര്യൻ പറയുന്നു ഫാമിലിന്റെ കൂടെയാണോ നിൽക്കുന്നത് അല്ലെ ഫ്രണ്ട്സിന്റെ കൂടെയാണോ. പെൺകുട്ടി പറയുന്ന കാര്യം ഞാൻ ഹോസ്റ്റലിലാണ്, അപ്പൊ നമുക്കിന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പെൺകുട്ടി പറഞ്ഞു 6 to 8 വരെയാണ് എന്റെ ഒരു ഹോസ്റ്റൽ ടൈം, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആര്യൻ ഈ കോൺവെർസേഷനിൽ ഈ പെൺകുട്ടീനോട് ചാറ്റ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, കാലിക്കറ്റിൽ ആര്യന് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. സോ ഒരു ഫ്രണ്ട്സിനെ 2-3 പേരെയൊക്കെ കിട്ടിയാൽ എനിക്ക് കാലിക്കറ്റ് വരുമ്പോൾ ഒരു കമ്പനി അടിക്കാനും കറങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ചെറിയ രീതിയിൽ ഒരു കോഴിത്തരുണ്ട്. അതാണ് ആര്യൻ ഇവിടെ ചോദിച്ചത്, യു ലുക്ക് സോ ക്യൂട്ട്. സോ അതാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത് എന്നുള്ളത്, ഒരു കോഴിത്തരം. പക്ഷെ ഇതൊക്കെ വിട്, ഇനിയാണ് വരുന്നത്. അതിനു മുമ്പ് നമുക്ക് ആര്യന്റെ ഒരു പ്രധാനപ്പെട്ട വോയിസ് കേൾക്കാം. Actually, എനിക്ക് കാലിക്കറ്റിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. So I thought I'll just meet new people and just see how it goes. അതുകൊണ്ട് I just send text, okay, not like nothing else, okay, like don't വേറെ ഒന്നും ചിന്തിക്കരുത്. I just want to meet new people and chill around with in the town. So if you're free sometime today, you can like catch up. I mean, ഞാൻ വെറുതെ ടെക്സ്റ്റ് അയച്ചാട്ടോ. ഓഫ് കോഴ്സ് ആര്യൻ കുറച്ച് എക്സ്പ്ലനേഷൻസ് ഒക്കെ തരുന്നുണ്ട്. കാരണം ജസ്റ്റ് കാലിക്കറ്റ് 2-3 ഫ്രണ്ട്സിനെ കിട്ടിയാൽ കറങ്ങാൻ, എന്താ കാലിക്കറ്റ് കറങ്ങാൻ ഫ്രണ്ട്സ് വേണമെന്നൊന്നുമില്ല. ഒരു ഊബർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ വേണ്ട സ്ഥലത്ത് മുഴുവൻ കൊണ്ടുപോയിക്കോളും. ഇനി ഗേൾസ്, ക്യൂട്ടായ ഗേൾസ് മാത്രമല്ല, ക്യൂട്ടല്ലാത്ത എത്ര ഗേൾസ് ഉണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. വൈ ക്യൂട്ട് ഗേൾസ് ആര്യ. അങ്ങനെ പിന്നെ കോൺവെർസേഷൻ ഫ്രണ്ടോട്ട് പോകുന്നുണ്ട്. ആര്യൻ അതിന്റെ ഇടയിൽ പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ കോൾ ചെയ്യാം, കോൾ ചെയ്ത് സംസാരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ചാറ്റ് വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഷൂട്ട്, ഞാൻ ഒരു ദിവസം ഇവിടെ ഉണ്ടാവും, ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ പോവും, കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ലൈക്ക് അതിന്റെ ഒരു എൻഡ് ഭാഗത്തോട്ട് ഒരു ട്വിസ്റ്റ് ഉള്ള സാധനം വരുന്നുണ്ട്. എന്താണ് പുറത്തു വരാൻ പറ്റൂ. അപ്പോൾ 6 to 8 വരെ ഹോസ്റ്റലിൽ പറ്റൂ. അപ്പൊ ഹോസ്റ്റലിൽ പറ്റില്ലെങ്കിൽ നമുക്ക് ഓക്കെ, സോ ആഫ്റ്റർ 8 യു ക്യാൻ മീറ്റ് എന്ന് വെച്ചാൽ 8 കഴിഞ്ഞ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ്. ഐ ഹാവ് എ പ്ലേസ് ടു സ്റ്റേ, നമുക്ക് നിൽക്കാൻ ഒരു സ്ഥലമുണ്ട്. ഡു യു സ്മോക്ക് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പെൺകുട്ടി ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒരു പ്ലേസ് ടു സ്റ്റേ. ഓക്കെ,
പിന്നെ ആര്യൻ ഈ കോൺവെർസേഷൻ ഫ്രണ്ടോട്ട് പോകുമ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നീ നിന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി വന്നോ, 3 BHK ഫ്ലാറ്റ് ആണുള്ളത്, നമുക്ക് ഒരുമിച്ച് സ്റ്റേ ചെയ്യാം, ലൈക്ക് വി ക്യാൻ ഹാവ് ടൈം എന്നൊക്കെയാണ് ആര്യൻ പറയുന്നത്. I mean, after 8 o'clock, you can't go back to your hostel. That's the rule. You can stay at my place if you want to have like a 3 BHK apartment. If you have friends, you can bring them along as well. I just want to meet some new company. If you're free to come after 8 also, it'll be fine. Like you can go in the morning. You can call your friends also. And എനിക്ക് കുഴപ്പമൊന്നുമില്ല. Like I'm okay with anything. അപ്പം പെൺകുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി ഇവന്റെ ചാറ്റ് വലിയ ഡൈജസ്റ്റ് ആയിട്ടില്ല. പെൺകുട്ടി നൈസായിട്ട് അവിടെ നിന്ന് അങ്ങ് മുങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സാധനം. കാരണം എവിടെയൊക്കെയോ മുളച്ചു വരുന്ന കുറെ ആൾക്കാർ ഒരു വെരിഫൈഡ് അക്കൗണ്ടും അതിൽ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് റീൽസും വെച്ചുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിലെ പെൺകുട്ടികളുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു സ്ഥിതിയാണ് ഈ ലോകത്ത് കാണുന്നത്. ആദ്യം തന്നെ ഈ പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്കൊന്നും നാണല്ലേ? ഒരു വെരിഫൈഡ് അക്കൗണ്ടും കാണാൻ കുറച്ച് ഭംഗിയും കുറച്ച് റീൽസും സ്റ്റാറ്റസും കാണുമ്പം ഈ അന്ധമായിട്ട് ഇവന്മാരെ വിശ്വസിച്ച് ഇവന്മാരോട് ചാറ്റ് ചെയ്യുന്നത് വലിയൊരു തെണ്ടിത്തരാണ്. അത് തെളിയിക്കുന്നത് ഈ അജ്മൽ അമീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കേസ് വന്ന സമയത്താണ്. അജ്മൽ അമീർ ആരാന്ന് ഞാൻ പറയാണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരൻ ഒരു പെൺകുട്ടീനോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന വീഡിയോസും ചാറ്റും സ്ക്രീൻഷോട്ടുകളും അത് റിലേറ്റ് ചെയ്ത് ഒരുപാട് പെൺകുട്ടികൾ വന്ന് കമന്റ് ഇടുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായ ഒരു സാധനമാണ്. പക്ഷെ ഇന്ന് നാട്ടുകാർ മുഴുവൻ കുറ്റം പറയുന്നത് ആ പെൺകുട്ടികളെയാണ്. കാരണം എന്താ? ആ പെൺകുട്ടി അതിന് സപ്പോർട്ട് ചെയ്തു, ആ പെൺകുട്ടി പോയി ചാറ്റ് ചെയ്തിട്ടല്ലേ, ആ പെൺകുട്ടി എന്തിനാണ് ചാറ്റ് ചെയ്യേണ്ട ആവശ്യം, പെൺകുട്ടിക്ക് നോ പറഞ്ഞൂടെ, പെൺകുട്ടിക്ക് ബ്ലോക്ക് ചെയ്തൂടെ എന്നൊക്കെയാ പറയുന്നത്. അതാണ് പറഞ്ഞത്, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും പണി കിട്ടുക ഇലക്കാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനത്തെ ഈ വെരിഫൈഡ് അക്കൗണ്ടും ഈ ബ്ലൂടിക്കും പിന്നെ ഇവന്മാരുടെ ഒരു പഞ്ചാരിയും ഇവന്മാരുടെ ഒരു ഒലിപ്പിക്കലും ഇവന്മാരുടെ ഒരു റൊമാൻസ് കളിയും കണ്ട് പുറകെ പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പണി പാലും വെള്ളത്തിലും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളൊരു ബോധം വേണം. അതുകൊണ്ട് ഈ അധികമായിട്ടുള്ള ഈ ആരാധന വേണ്ട. എത്രയൊക്കെ ആണെങ്കിലും ഇവന്മാരൊരു മനുഷ്യന്മാരാണ്. അവർക്ക് എന്തൊക്കെയൊക്കെയോ കഴിവുള്ളത് കൊണ്ട് ഒരു സെലിബ്രിറ്റി ഫെയിമിൽ എത്തിയെന്ന് മാത്രമേ. നമുക്കുള്ള കാലും കൈയും കണ്ണും വായും രോമവും ബോഡിയും തന്നെയാണ് ഈ പർട്ടിക്കുലർ ആൾക്കാർക്ക് ഉള്ളത്. സോ വെറുതെ പോയി പണി വാങ്ങാൻ നിൽക്കണ്ട. ആൻഡ് രണ്ടാമത്തത് ഈ മെസ്സേജ് അയക്കുന്ന ചേട്ടന്മാരോട്, എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ ഈ നാറി നാരായണക്കല്ലാവാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ പരിപാടിക്കൊക്കെ നിന്നാൽ മതി. കാരണം ഇങ്ങനത്തെ ഓരോ വൃത്തികേടുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലേ നാളെ ഇതൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ആര്യൻ ബിഗ് ബോസിലാണ്, ആര്യൻ ഇത് കണ്ടിട്ടില്ല. ആര്യന് ആര്യന് ഒരു പോയിന്റെങ്കിലും ആര്യന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്, ഞാൻ സിംഗിൾ ആണ്, ഞാൻ കമ്മിറ്റഡ് അല്ല, ഞാൻ വെറുതെ കാഷ്വലി ചാറ്റ് ചെയ്തതാണ്, കാലിക്കറ്റിന് മീറ്റ് ചെയ്യാന്ന്, ഞാൻ അതിൽ എന്താണ് ആ കുട്ടീനോട് മോശമായിട്ട് പെരുമാറിയത്, ഈ സാധനങ്ങളൊക്കെ ആര്യന് വീണേ പറഞ്ഞു നിൽക്കാം. പക്ഷെ ചാറ്റും രീതിയും അതും ഇതും ഒക്കെ ഇങ്ങോട്ടുള്ള പോക്കാന്നുള്ളത് ഈ അരിയാഹാരം തിന്നുന്ന മനുഷ്യന്മാർക്കും ആ റിപ്ലൈ കൊടുത്ത പെൺകുട്ടിക്കും കണ്ടാൽ അറിയാം. പക്ഷെ അവനത് പറഞ്ഞു നിൽക്കാം, കാരണം ഇത് കാണാത്തടത്തോളം കാലം. പക്ഷെ അജ്മലിന്റെ അവസ്ഥയോ? ഞാനിപ്പോ സൈഡില് അജ്മലിന്റെ വൈഫിന്റെ അജ്മലിന്റെയും കൂടെ ഉള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ഭാര്യ ഇത് കാണുന്ന അവരുടെ അവസ്ഥ, ആ ഭാര്യന്റെ കുടുംബക്കാര് മുഴുവൻ ഇത് കാണുന്ന, ആ ഭാര്യയുടെ ഫ്രണ്ട്സ് കാണുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവന്റെ ഈ ഒരു വൃത്തികെട്ട പരിപാടി കാരണോ? 6:37 ഒക്കെ ആകുമ്പോൾ വരാം. തിരക്ക് രാവിലെ വരാൻ മതിയല്ലോ അല്ലേ? അപ്പൊ ഞാൻ എവിടെ നിൽക്കും? I will arrange a place to stay. എവിടെ? I will arrange a place to stay. അപ്പൊ Between you and me. താൻ മാരീഡ് അല്ലേ? എനിക്ക് ഇതൊക്കെ എന്തിനാ അറിയണേ? അല്ല, ചെവി- നമുക്ക് കുറച്ചാണല്ലോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. എനിക്ക് വൃത്തിയാക്കണ്ടായിരുന്നു മേലൊക്കെ ഒന്ന്. എന്തിന്? നിനക്ക് താഴെ ചപ്പി എടുക്കാനുള്ളല്ലേ? ഇല്ല, 2 ദിവസമായി. എന്തേ? ഞാൻ കുളിച്ചു. ഇന്ന് ബാത്തപ്പി കിടക്കുമായിരുന്നു കുറെ നേരം. റോസ് വാട്ടർ. എനിക്ക് ബാക്കിയൊന്നും കേൾക്കാനൊന്നും താല്പര്യമില്ല. അത് കേട്ടു നിൽക്കുന്ന ഇവളുടെയൊക്കെ ഒരു മനസ്സ്. ഇതൊക്കെ കാണുന്ന ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഈ ഫെയിമിന്റെ പുറത്ത് ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന് കരുതി നിൽക്കുന്ന എല്ലാ ആൾക്കാരോടും എനിക്കിതാ പറയാനുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല ഫ്രസ്ട്രേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർക്കാൻ നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ട്.
പാർട്ണറിൽ സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് വരുന്ന സമയം ആ പാർട്ണറെ വെച്ചുകൊണ്ട് ഇങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ആൻഡ് സെക്കൻഡ് തിങ്, ആര് എന്ത് എന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇത്ര ഫെയിമിലുള്ള ആൾക്കാരല്ലേ? ആരെങ്കിലും ഒരാൾ ഈ ചാറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഒരു പെൺകുട്ടീന്റെ ഫോട്ടോയും ഇതും കാണുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവരോട് ഇങ്ങനെ പറയാൻ തോന്നുന്നതെന്നാ. ഈ അജ്മലൊക്കെ നോക്ക്, വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ട് ആ പെൺകുട്ടീനോട് കയറി സംസാരിച്ചേക്കാണ്. ആ പെൺകുട്ടീന്റെ മുഖത്ത് നോക്കി പലതും പറഞ്ഞേക്കുകയാണ്, പല വേർഡ്സുകളും യൂസ് ചെയ്തേക്കാണ്. അത് കേൾക്കുന്ന ഓപ്പോസിറ്റിലുള്ള ഒരു വ്യക്തി, ഐ എം അഷെയിംഡ് ഓഫ് യുവർ സെൽഫ്. എനിക്ക് അതേ പറയാനുള്ളൂ. ഈ അജ്മൽ ആണെങ്കിലും ഈ ആര്യൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരാണെങ്കിലും ഓപ്പോസിറ്റിലെ ആൾക്കാരാണെങ്കിലും ഫീലിംഗ് പിറ്റി ഓഫ് യുവർ സെൽഫ്. ഇപ്പൊ അനുമോൾ അന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പോയിട്ട് അനുമോൾ അത്രയും നേരം അതിലിങ്ങനെ സ്ട്രോങ് ആയി നിന്നതിന്റെ റീസൺ ഐ ബിലീവ് അതിൽ എന്തോ ഫാക്ട് ഉള്ളത് കൊണ്ടായിരിക്കും. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഈ ലോകത്തിന്റെ പോക്കിലുപരി ഈ ആൾക്കാരുടെ ഈ വൃത്തികെട്ട സ്വഭാവമാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. ഇന്ന് അത്രത്തോളം ഡെവലപ്ഡ് ആണോ? വി ഹാവ് ടു മെനി പെയ്ഡ് സെക്സ് ജോബ് ചെയ്യുന്ന എത്രയോ ആൾക്കാർ ഈ സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. അങ്ങനത്തെ വല്ല ഫ്രസ്ട്രേഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഇനി അതല്ലാണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഈ വേൾഡിൽ അവൈലബിൾ ആണ്. ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അഷെയിംഡ് ഓഫ് എവ്രി വൺ. ദാറ്റ്സ് ഇറ്റ്. ഞാൻ അധികം ഒന്നും വിഷയത്തെ പറ്റി പറയുന്നില്ല. ബൈ.